ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം എന്ന ക്ലാസിന്റെ 151 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ൊന്നാമത്തെ ഭാഗത്തേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മളെ പഠിക്കുന്നത് സിനഗോഗുകൾ. ഇസ്രായേലിൽ ചിതറിക്കപ്പെട്ട ജനങ്ങളെ, അവർക്ക് ആരെ നഷ്ടപ്പെട്ടു പോയി, അവർക്ക് കൂടി വരുവാൻ ആഗ്രഹമായി. അവർ പോയ സ്ഥലങ്ങളിലെല്ലാം ചെറിയ കെട്ടിടങ്ങളെ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ അവർ പണിതു. അവരുടെ ലാംഗ്വേജിൽ അത് സിനഗോഗുകൾ എന്നാണ് പറയുന്നത്. അവിടെ അവരെ കൂടി വരുന്നത് പതിവായിരുന്നു. ലൂക്കോസ് സുവിശേഷം 14 അധ്യായത്തിന്റെ 16 വാക്യം, യേശു ആത്മാവിന്റെ ശക്തിയോടെ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ, പള്ളി എന്ന് പറയുന്നതും സിനഗോഗ് എന്ന് പറയുന്നതും ഒന്നാണ്. അത് ദൈവാലയമല്ല, അവർ കൂടി വരുന്ന പള്ളി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും മട്ടാഞ്ചേരി, കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുണ്ട്. അതുപോലെ തന്നെ മാളിയിലും ഇന്നും ഈ സ്ഥലങ്ങൾ ഇപ്പോഴും നമ്മുടെ ഗവൺമെന്റ് അത് സൂക്ഷിക്കുന്നുണ്ട്. ഇതിന് 2 ഭാഗമാണ്. പല ആളുകൾ അത് കണ്ടു കാണുമല്ലോ. 2 ഭാഗം. ഒന്ന്, ഏറ്റവും പ്രധാനമായ സ്ഥലം, ആ സ്ഥലത്തെ ഇരിക്കാനായിട്ടുള്ളവരുടെ യോഗ്യത എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു പുരോഹിതനായിരിക്കണം, അല്ലെങ്കിൽ ശാസ്ത്രി ആയിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ പ്രാപ്തരായ ഓർഡിനേഷൻ ചെയ്തിരിക്കുന്ന കഴിവുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് അവരായിരിക്കും. ഇതിന്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം പറയുന്നത് പള്ളിപ്രമാണി എന്നാണ്. പള്ളിപ്രമാണി അദ്ദേഹത്തിനാണ് പൂർണ്ണ അധികാരമുള്ളത്. പഴയ നിയമ ഭാഗങ്ങളെ അവരെഴുന്നേറ്റ് നിന്ന് അവർ വായിക്കും. ജനങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കും. എന്നിട്ട് അവർ ഗുണദോഷങ്ങൾ പറയും. അവർ പറയുന്നൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ലോകത്തിന് നാനാഭാഗത്തെ ചിതറിക്കപ്പെട്ടു എങ്കിലും നമ്മുടെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ സ്വന്തം നാട്ടിൽ ചെല്ലുമെന്ന്. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ തലമുറ മറ്റുള്ള ജാതികളുമായിട്ട് ഇടകലരാതിരിക്കത്തക്കവണ്ണം നമ്മൾ സൂക്ഷിക്കണം. പിന്നെ നമ്മളായിരിക്കുന്ന രാജ്യത്തായിരുന്നാലും എവിടെയായിരുന്നാലും അവരുടെ ദേവീ ദേവന്മാരെ ഒരു കാരണവശാലും ആരാധിക്കാൻ പാടില്ല. ഗുണദോഷങ്ങൾ അവർ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് സിനഗോഗുകൾ അല്ലെങ്കിൽ പള്ളികൾ എന്ന് പറയുന്നത്. അവിടെ പ്രസംഗിക്കാം, ഉപദേശിക്കാം. മത്തായി സുവിശേഷം 9 അധ്യായം 18 വാക്യം, ഞാൻ നേരത്തെ ക്ലാസ് പറഞ്ഞോണൊക്കെ അത് ഏറ്റവും പ്രമാണിയാണ്. പള്ളിപ്രമാണി യേശുവിന്റെ അടുക്കൽ കടന്നു എന്ന കാര്യം പറയുന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കാം. ഈ പള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്ന അവരുടെ പ്രധാനമായ ചില കാര്യങ്ങൾ, അവരുടെ ഭാഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യമല്ല. അവരുടെ ഭാഷ അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയായിരിക്കണം. ഭാഷ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകല്ലേ. ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള പല മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം അപ്പനമ്മയും നമ്മുടെ മാതൃഭാഷ സംസാരിക്കുവാൻ അവർക്ക് അനുവാദം കൊടുക്കുകയില്ല. അവര് നാട്ടിൽ വരുമ്പോൾ അവർക്ക് നമ്മുടെ ഭാഷ അറിയുകയില്ല. എന്നാൽ ഒരു കൂട്ടം ആളുകൾ, എൻ്റെ ബന്ധത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടതുകൊണ്ടാണ് പറയുന്നത്, അവരെ കുഞ്ഞുങ്ങളെ അവരെ അപ്പനും അമ്മമാരും മലയാള ഭാഷ എഴുതിപ്പിക്കും, പഠിപ്പിക്കും. അവരുടെ വീട്ടിൽ മലയാളമേ സംസാരിക്കാൻ പാടുള്ളൂ. പുറത്തേക്ക് സംസാരിച്ചു,
കാരണം നമ്മുടെ മാതൃഭാഷ, നമ്മുടെ ജനിച്ചു വളർന്ന ഭാഷയോട് താല്പര്യമുള്ള ഒത്തിരി ആളുകളും അതിനോട് വെറുക്കുന്ന ആളുകളും നമ്മുടെ കേരളത്തിൽ ഒത്തിരി പേരുണ്ട്. അവർ പലപ്പോഴും സഹോദര സാക്ഷി പറയുമ്പോൾ ആർക്കും ഒന്നും പിടികിട്ടുന്നില്ല. അവരൊരു ഇംഗ്ലീഷ് വാക്ക് പറയുന്നു, നല്ലത് ആർക്കും ഒരു പിടി കിട്ടുന്നില്ല. കാരണം എന്നാൽ ചില കുഞ്ഞുങ്ങൾ തനി മലയാളം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ആ കാര്യം സൂക്ഷിക്കുക. യഹൂദൻ അവന്റെ ഭാഷ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, രണ്ടാമത് അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ അവൻ സൂക്ഷിക്കും. അടുത്തത് അവന്റെ വസ്ത്രധാരണ, യഹൂദന്റെ വസ്ത്രധാരണ. യഹൂദനെ കണ്ടാൽ അവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യഹൂദന്റെ വസ്ത്രധാരണ ഇന്ന് കാലം പോയി എല്ലാത്ത കാര്യമാണ്. ഇന്നത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അറിയേല. എന്നാൽ ഈ ഞാൻ താമസിക്കുന്നത് തൃശ്ശൂർ കാളത്തോടെ ഒരു വലിയ മുസ്ലിമുകളുടെ അടുത്താണ് താമസിക്കുന്നത്. അവിടെ ഒത്തിരി ഈ മുസ്ലിങ്ങളായിരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ താമസിക്കുന്ന ആ വീടിന് മുമ്പിലൂടെ റോഡാണ്. അതിലൂടെ ഒത്തിരി പേര് യാത്ര ചെയ്യുമ്പോൾ മുസ്ലിങ്ങളെ, ആണുങ്ങളെ ആയിരുന്നാലും പെണ്ണുങ്ങളെ ആയിരുന്നാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ വസ്ത്രധാരണ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മളെ ക്രൈസ്തവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പിടിയും കിട്ടത്തില്ല. അവർ വസ്ത്രധാരണയ്ക്ക് അവർ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. പിന്നെ സങ്കരവർഗമായി നയിച്ചു പോകുവാൻ അവരനുവദിച്ചില്ല. ദൈവത്തിലുള്ള വിശ്വാസം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് സിനഗോഗുകളുടെ പ്രത്യേകമായി അവരുണ്ടാക്കിയിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ അപ്പോസ്തലന്മാരൊക്കെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരാദ്യം അന്വേഷിക്കുന്നതും പോകുന്നതും പ്രാർത്ഥനാ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനാ സ്ഥലം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, പൗലോസ് തന്റെ മിഷണറി യാത്രയിലെ ഫിലിപ്പിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആദ്യം അന്വേഷിച്ചത് ഗോപുരത്തിന്റെ പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് വിശ്വസിച്ചു. പക്ഷേ അവിടെ ആ പ്രാർത്ഥനാ സ്ഥലം ഒന്നുമില്ല. ഈ 400 വർഷത്തെ ഈ അന്ധകാര യുഗം എന്ന് പറയുന്ന ആ പീരീഡിൽ നല്ലതും ഉണ്ടായിട്ടുണ്ട്, മോശം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും പോകാറുള്ളതാണ്. ഭൂരിഭാഗവും ബീഹാറിൽ പോകുന്നുണ്ട്. പല സ്ഥലത്ത് ചെല്ലുമ്പോൾ എല്ലാ ദിവസവും ആരാധനാലയം തുറന്നു കിടക്കുകയും അവിടെ അല്പനേരം പ്രാർത്ഥിക്കുന്ന ജനങ്ങളെ കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സഭയ്ക്ക് വളർച്ചയുണ്ട്. നമ്മുടെ കേരളക്കരയിൽ സഭയ്ക്ക് വളർച്ച ഇന്ന് കുറഞ്ഞു ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷെ വളരണമെങ്കിൽ നമ്മുടെ ആരാധനാലയത്തിലെ എല്ലാ ദിവസവും വന്ന്, ഇല്ലെങ്കിലും ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വന്ന് പ്രാർത്ഥനയ്ക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരിക്കും. ഏകാഗ്രമായിട്ട് കുറച്ചു നേരം വന്നിട്ട്, പാസില്ലെങ്കിൽ തന്നെയും കുറച്ച് സൗകര്യന്മാർ മാത്രം, പിന്നെ കുറെ സഹോദരന്മാർ മാത്രം, അങ്ങനെ നമ്മുടെ ആരാധനാലയത്തിലെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു അവസരങ്ങൾ ഉണ്ടാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഞാൻ 10-48 വർഷമായി കർത്താവിന്റെ പേരിലായിരിക്കുന്നത്. എൻ്റെ കൊച്ചറിവുകൊണ്ട് മാത്രം പറയുന്നുള്ളൂ. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മളെല്ലാവരും പോകുവാൻ തയ്യാറാകണം. ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകും. അതിന്റെ പീഡനമാണ് കാണുന്നത്, അതിന്റെ പ്രശ്നങ്ങളെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളും അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ശോഭനപുര